ഇന്ന് ഏറ്റവും കൂടുതൽ കേരളക്കരയിൽ മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളടക്കം എത്രയോ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ വീട് ഇല്ലാതാക്കപ്പെടാൻ, വീട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് വീട് വെക്കുന്ന ആളുകൾ. ഈ അടുത്തും വാർത്ത കണ്ടു, 23 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തു. അവസാനം അവർ ലോൺ അടച്ചു. ഏകദേശം 14 ലക്ഷം രൂപയോളം ലോൺ അടച്ചു. പലിശയാണ് അടയ്ക്കുന്നത്. മൊത്തം 23 ലക്ഷം രൂപയാണ് എടുത്തത്. അതിൽ 14 ലക്ഷം രൂപയോളം ലോൺ അടച്ചു. കോവിഡ് വന്നതിൽ പിന്നെ ഇങ്ങോട്ട് ഒരു 5 വർഷം അവർക്ക് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. സാമ്പത്തിക ഞെരുക്കം വന്നു. അടവെല്ലാം തെറ്റി. മനുഷ്യൻ അങ്ങനെയാണല്ലോ, ഓരോ പ്ലാനിങ്ങിലാണ് ജീവിക്കുന്നത്. മാസത്തിൽ ഇത്ര കിട്ടും, അത്ര അങ്ങോട്ട്, ഇത്ര ഇങ്ങോട്ട്, ഇത്ര ബാങ്കിക്ക്, ഇത്ര അങ്ങനെ കണക്കൂട്ടി വെച്ചാ ഒക്കെ താളം തെറ്റി. എല്ലാം താളം തെറ്റി. 5 വർഷമായിട്ട് അടവില്ല. ബാങ്കുകാർ വീട് വന്നിട്ട് പെട്ടെന്ന് വന്ന് മക്കളുടെ പഠിപ്പിക്ക് പുസ്തകവും സാധനവും ഉൾപ്പെടെ എല്ലാം അതിനകത്ത് വെച്ചിട്ട് സീൽ ചെയ്തു പോയി. ചോദിച്ചപ്പോ പറയുന്നു 53 ലക്ഷം രൂപ ഇതിന് കൊടുക്കണോ. 5 വർഷം കൊണ്ട് ഇത് എങ്ങനെ പെരുപ്പിച്ചെന്ന് അല്ലാഹു. കാരണം എന്താ, ബാങ്കുകാർ എങ്ങനെയാണല്ലോ, നിങ്ങൾ ബാങ്കിൽ കൊണ്ടുവന്ന് പൈസ ഇട്ടോ, നിങ്ങൾക്ക് 6%, 7% അങ്ങോട്ട് പലിശ. നിങ്ങൾ എന്തെങ്കിലും ഇവിടുന്ന് എടുക്കുകയാണോ, എന്നാ 15% അങ്ങോട്ട് പോരട്ടെ. കഴുത്ത് വെട്ടി കീറിക്കൊണ്ടുപോകും. ഈ സമുദായം ഇപ്പോഴും അറിയുന്നില്ല. ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട് വെക്കാണ്. ആഡംബരമായ വീട്. അവനവന് പറ്റുന്നതാകുന്ന സമ്പത്തിന്റെ സ്രോതനുസരിച്ചിട്ട് 500 സ്ക്വയർ ഫീറ്റിന്റെ 600 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ചെറിയ വീടുണ്ടാക്കുക. അതല്ല 2000, 3000, 5000 അവസാനം തീർന്നു. അടപടലോടെ തീർന്നു. എല്ലാം പോയി. മറ്റുള്ളവൻ അയൽവാസി വെക്കുന്നത് കണ്ടിട്ട് അത് കണ്ടിട്ട് നെകളിക്കുകയാണ്. അവന്റെ വീട് പോലെ എനിക്കുണ്ടാവണം, അവന്റെ പോലെ നമുക്കെന്തേ ഉണ്ടായിക്കൂടെ. ഭാര്യ ഭർത്താവിനെ പ്രയാസപ്പെടുത്തുന്നു, അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു. പാവപ്പെട്ടവൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, അവനെ അടയ്ക്കാൻ പറ്റാതെ നരകിച്ച് ജീവിക്കുന്നു, പ്രയാസപ്പെടുന്നു. രാവും പകലും ഓടുകയാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ. എത്ര വർഷമായി, എത്ര മാസമായി, എത്ര ദിവസങ്ങളായി ഇന്ന് വരെ അത് വീട്ടാൻ സാധിക്കുന്നില്ല. കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടുന്നു. കടക്കാര് വീട്ടിൽ വന്നുകൊണ്ട് ബഹളം വെക്കുന്നു. ഇവൻ ഒളിച്ചു നിൽക്കാൻ ഇവൻ കടപ്പുറത്ത് പോയിട്ട് തിരയെണ്ണി കടലയും കുറിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ പെണ്ണുങ്ങളാണ് തെറി കേൾക്കുന്നത്. അന്യരാകുന്ന പുരുഷന്മാർ വന്നിട്ട് വീട്ടുമുറ്റത്ത് വന്നിട്ട് അവർ മോശപ്പെട്ട വർത്തമാനങ്ങൾ പറയുന്നു, പെണ്ണിനെ വിലപേശുന്നു. എത്രയോ മോശപ്പെട്ട സംഭവങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ബ്ലേഡിന് പലിശ കൊടുക്കുന്ന ആളുകൾ, ഇത്തരക്കാരുടെ ആഭാസകരമാകുന്ന ചില വർത്തമാനങ്ങൾ, അസഭ്യവാക്കുകൾ, അതൊക്കെ കുടുംബത്തിലുള്ള പാവപ്പെട്ട മുതിർന്ന സ്ത്രീകൾ കേൾക്കാൻ, കുട്ടികൾ അത് കേട്ട് വളരുകയാൻ. മക്കൾ തന്നെ ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. വാപ്പ ഒന്നുമില്ലാത്തവനായി തരം താഴ്ന്നുകൊണ്ട് ജീവിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ അനാഥത്തിലേക്ക് പോയി. എത്രയോ ആളുകൾ കടക്കണിയിൽ കുനിയിട്ട് കയറിൽ മേൽ പോയി കുരുങ്ങി. എത്രയോ ആളുകൾ പോയി മുങ്ങി മരിക്കാൻ വേണ്ടി വലിയ പാലത്തിന്റെ മുകളിൽ താഴേക്ക് ചാടി, കെട്ടിടത്തിന്റെ മുകളിൽ പോയി ചാടി മരിക്കുന്നു. എത്രയോ സംഭവങ്ങൾ നമുക്ക് നാട്ടിൽ തന്നെ അറിയാം. ആത്മഹത്യ ചെയ്യാൻ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എങ്കിലും ഈ സമുദായം അങ്ങനെ ചെയ്യുകയാണ്. അതുകൊണ്ട് അവനവന്റെ സമ്പത്തിന്റെ സ്രോതസ്സനുസരിച്ചിട്ടുള്ള വീടും സൗകര്യങ്ങളും ഒരുക്കി മറ്റുള്ളവരുടെ കണ്ടിട്ട് നമുക്കത് വേണം എന്ന് വാശി പിടിക്കരുത്. അതാണ് ദുനിയാവിനോടുള്ള അമിതമാകുന്ന ആർത്തി, ഹിർസ്. അതിലായി പോയി മനുഷ്യൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിനക്ക് ഹിർസ് ഉണ്ടാക്കേണ്ടത് ദീനിനോടാണ്, ദുനിയാവിനോടല്ല. ദീനാണ് ഹിർസ് വേണ്ടത്. ദുനിയാവിനോട് നമുക്കുണ്ടാകരുത്, ദീനിനോട് ഹിർസ് വേണം. ദീൻ പഠിക്കാൻ, ഖുർആൻ പഠിക്കാനുണ്ടോ ഈ ഹിർസ്? കിതാബ് ഓതാൻ ഈ ഹിർസ് ഉണ്ടോ? മദ്രസയിൽ മക്കളെ പറഞ്ഞു വിടാൻ ഈ ഒരു താല്പര്യം, ഈ ഒരു അത്യാഗ്രഹമുണ്ടോ? മക്കളെ മദ്രസയിൽ 2 ദിവസം ഉള്ളത് അത് ഒഴിവാക്കിയിട്ട് ആരെങ്കിലും ഒരാളെ ട്യൂഷൻ വെച്ചിട്ട് 5ാം ക്ലാസ്സിലേക്ക് എത്തുന്നതാകുന്ന പൊന്നുമോൾക്ക് പ്രായപൂർത്തി എത്തിയെന്ന് പറഞ്ഞിട്ട് അവളുടെ മദ്രസ വിദ്യാഭ്യാസം അവസാനിക്കുന്നിടത്തേക്ക് ഈ സമുദായം മാറി ചിന്തിച്ചു. മദ്രസകൾ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് എന്താ, ഈ പല പരീക്ഷണങ്ങൾ പല ഭാഗത്ത് നിന്ന് അള്ളാഹു അടിക്കടി ആ വിഷയത്തിലൊക്കെ നൽകിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമുക്ക് തന്നെ ഇതിനോട് താല്പര്യമില്ലാതായി. ദീനിനോടൊന്നും ഒരു താല്പര്യമില്ല, കേവലം പറച്ചില് മാത്രമായി. നമ്മൾ വലിയ ദീനിന്റെ ആളാ. 10 പേര് കൂടുമ്പെടുത്ത് ഭയങ്കര ആയത്തോതും. 10 ആള് കൂടുന്നിട്ട് ഖുൽയായുൽ കാഫിറൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വസുഫ് പറയും. പക്ഷെ ദീൻ ജീവിതത്തിൽ തൊട്ട് തീണ്ടിയിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളെ നീ കാക്കണേ. അല്ലാ, പരിപൂർണമായ സംരക്ഷണം നീ നസീബാക്കണേ. അല്ലാ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്നെ പ്രിയപ്പെട്ട അനുയായികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ജനാസ വന്നപ്പോൾ ചോദിക്കുകയാണ്, സാധാരണ പോലെ തന്നെ
ഹൽ അലൈഹി ദൈനുൻ സ്വഹാബാ സ്വഹാബാ, ഇദ്ദേഹത്തിന്റെ മേൽ കടമുണ്ടോ സ്വഹാബാ? ഫഖാലൂ, ആ സ്വഹാബത്തിൽ നിന്ന് ആളുകൾ വിളിച്ചു പറയുകയാണ്, ദിർഹമൈനി യാ റസൂലല്ലാഹ്, 2 ദിർഹം കടമുണ്ട് റസൂലേ. ഞങ്ങൾക്ക് അറിവുള്ളത് 2 ദിർഹമാണ്. ജീവിതത്തിൽ അദ്ദേഹം മറ്റൊരു കടവും വെച്ചിട്ടില്ല റസൂലേ. ലക്ഷക്കണക്കിന് കടമല്ല വെച്ചിട്ടുള്ളത്. ദിർഹമൈനി യാ റസൂലല്ലാഹ്, 2 ദിർഹം കടമുണ്ട് എന്ന് അല്ലാഹു റസൂലിനോട് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറയുകയാണ്, സല്ലൂ അലൈഹി, നിങ്ങൾ നിസ്കരിച്ചു കൊള്ളുക സ്വഹാബാ, ഫഇന്നി ലാ ഉസല്ലി അലൈഹി. ഈ 2 ദിർഹമിന്റെ വിഷയത്തിൽ ഏതൊരു വ്യക്തിയുമായിട്ടാണോ ഇടപാട് നടത്തപ്പെട്ടിട്ടുള്ളത്, അദ്ദേഹം പൊരുത്തപ്പെടാതെ ഞാൻ നിസ്കരിക്കില്ല സ്വഹാബാ. അദ്ദേഹത്തിന്റെ വിഷയത്തിൽ നാളെ ആഖിറത്തിൽ ഹിസാബ് ഇടപെടുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അന്ന് സ്വഹാബത്ത് മുഴുവനും ദരിദ്രരാണ്, പട്ടിണിയാണ്, പ്രയാസമാണ്. നബി തങ്ങളും വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഘട്ടമാണ്. അതാ അല്ലാഹു എന്ന റസൂലിനോട് ചോദിക്കുകയാണ്, നബി തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ, ആരാണ് ഈ മനുഷ്യന്റെ കടം വീട്ടാൻ തയ്യാറുള്ളവർ? അതാ ഒരു സ്വഹാബി കൈ ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, ലബ്ബൈക യാ റസൂലല്ലാഹ്, നബിയേ ഞാനിതാ ഉത്തരം ചെയ്യുന്നു റസൂലേ. ആ സ്വഹാബിയുടെ വിഷയത്തിൽ ഞാനിതാ ഏറ്റെടുക്കുന്നു റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തെ അടുത്ത് വിളിക്കുകയാണ്. ജനങ്ങൾ മുഴുവൻ കാണുകയെ അദ്ദേഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. 2 ദിർഹമിന്റെ കടമാണ്, കേവലം 2 രൂപയാണ്. അല്ലാഹുവിന്റെ റസൂൽ ലക്ഷക്കണക്കിന് സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഈ മനുഷ്യൻ ഏറ്റെടുത്തിട്ടുണ്ട്, നിങ്ങൾ സാക്ഷികളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, എന്റെ കൈവശമില്ല റസൂലേ, രാവിലെ തന്നെ ജോലി ചെയ്തുകൊണ്ട് ഞാൻ സമ്പാദിച്ചിട്ട് കടം വീട്ടാം. രാത്രിയിലെ പ്രവാചകൻ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഖബറടക്കം ചെയ്തതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കമില്ലാത്ത രാവാണ്. സുബഹിയുടെ ബാങ്ക് മുടങ്ങുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പള്ളിയുടെ അകത്തളത്തിൽ എന്തെന്നില്ലാത്ത മാനസികമായ വിഭ്രാന്തിയോട് നബി തങ്ങൾ പള്ളിയുടെ അകത്തളത്തിൽ നടക്കുന്നതായി കാണുകയാണ്. ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഐന ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നലെ രാത്രിയിൽ ആ മനുഷ്യന്റെ കടമേറ്റെടുത്തതാകുന്ന സ്വഹാബി എവിടെ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ആ സ്വഹാബി വന്നുകൊണ്ട് നിൽക്കുകയാണ്. ലബ്ബൈക യാ റസൂലല്ലാഹ്, നബിയെ ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, കടം വീട്ടുന്നില്ലേ, കടം വീട്ടുന്നില്ലേ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ പുലർന്നാൽ ഉടനെ ഞാൻ ജോലിക്ക് പോയാണ്. നേരം പുലർന്നപ്പോൾ ഒരു ജൂതനായ മനുഷ്യന്റെ തോട്ടത്തിൽ പോയി ഈന്തപ്പഴം നനച്ചു കൊടുത്ത് കിട്ടിയതാകുന്ന 2 രൂപയുമായി 2 ദിർഹമുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരുകയാണ്. ആ മനുഷ്യന്റെ കടം വീട്ടാൻ തയ്യാറാവുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം അതുവരെ വിവർണമായി നിലകൊണ്ടതാകുന്ന മുഖകമലത്തിലേക്ക് പ്രവാചകൻ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, ആ മനുഷ്യന്റെ ഖബറിൽ അല്ലാഹു ശിക്ഷ നൽകുകയാണ്. കേവലം 2 ദിർഹമിന്റെ വിഷയത്തിലാണ് പ്രയാസം അല്ലാഹു നൽകുന്നത്. ഇന്നലെ ആ മനുഷ്യന്റെ വിഷയത്തിൽ മയ്യത്ത് നമസ്കരിച്ചതിന്റെ പേരിൽ നാളെ ആഖിറത്തിൽ ഈ പാവപ്പെട്ട മുഹമ്മദിനെ പിടിച്ചു നിർത്തുമോ എന്ന് ഞാൻ വല്ലാതെ ഭയപ്പെട്ടു പോയ സഹാബാ. മനുഷ്യരുമായിട്ടുള്ള ഹക്കടപാടുകൾ ശ്രദ്ധിക്കണേ സഹാബാ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സമ്പത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മതയില്ലാതെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളില്ലയോ? അയൽവക്കക്കാരുടെ സമ്പത്ത് കൈവശം അധീനപ്പെടുത്തുന്നവരില്ലയോ? സ്വന്തം സഹോദരങ്ങളുടെ കൂട്ടുകുടുംബാദികളുടെ ബന്ധുമിത്രാദികളുടെ സമ്പത്ത് അന്യായമായി കവർന്നെടുക്കുന്ന മുസ്ലിമേ മുസ്ലിമത്തെ, ആഖിറത്തിൽ നഷ്ടമാണ്, നഷ്ടമാണ്. ഈ ദുനിയാവ് നീ വെട്ടിപ്പിടിക്കാൻ തയ്യാറായാൽ നാളെ ആഖിറത്തിൽ നിനക്ക് ഖേദമാണ്, ഖേദമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, വമൻ അറാദ യുരീദുൽ ആഖിറ,
ഈ ദുനിയാവിന് വേണ്ടി ആരൊരുവൻ മത്സരിച്ചുവോ ഈ ദുനിയാവ് അല്ലാഹു അല്പം നൽകുന്നതാണ്. എന്നാൽ ആരൊരുവൻ ആഖിറത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുവോ ആഖിറം അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമേ എന്നും വിശുദ്ധമായ ഖുർആൻ. മൻ കാന യുരീദു ഹർഫ ദുനിയാ നുഅതിഹി മിൻഹാ വമാ കാന യുരീദു ഹർഫൽ ആഖിറ നസിദ് ലഹു ഫീ ഹർഫിഹി. ദുനിയാവിന് പിറകെ രാപകൽ ഓടുന്ന മനുഷ്യ ഗൾഫിലേക്ക് പോകട്ടെ, നാട്ടിൽ ജോലി ചെയ്യട്ടെ, പെങ്ങളെ പ്രിയപ്പെട്ട മുസ്ലിമത്തെ ഈ ദുനിയാവിൽ നീ റീല് കളിച്ചുകൊണ്ടും സിനിമാറ്റിക് ഡാൻസ് കളിച്ചുകൊണ്ടും ആളുകളെ മുന്നിൽ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടും വൈറലായി യൂട്യൂബിലൂടെ ചാനൽ ഉണ്ടാക്കിയിട്ട് നീ ഉണ്ടാക്കുന്നതായ സമ്പാദ്യം അതൊക്കെ ദുന്യവിയായ ജീവിതത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോ ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോ ഇതൊക്കെ ചെറുതാണ്. അല്ലാഹു ദുനിയാവ് നിനക്ക് നൽകും, അത് ശരി തന്നെയാണ്. പക്ഷെ അല്ലാഹു പറയുന്നത് നുക്തിഹി മിൻഹാ, ആഖിറത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഇത് വളരെ ചെറുതാണ്. വമൻ കാന യുരീദു ഹർഫൽ ആഖിറ, നിസ്കാരം നിലനിർത്തുന്നവരെ, നോമ്പുകൾ നോറ്റ് വീട്ടുന്നവരെ, സകാത്ത് കൊടുത്തു വീട്ടുന്നവരെ, ഹജ്ജ് ചെയ്യാൻ തയ്യാറാകുന്നവരെ, ഉംറ നിർവഹിക്കാൻ തയ്യാറാകുന്നവരെ, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിക്കുന്നവരെ, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നവരെ, നിരാലംബർ കവലംബമായി നിലകൊള്ളുന്നവരെ, നിരാശരർക്ക് ആശ്രയത്വം കൊടുത്ത് നിലകൊള്ളുന്നവരെ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവന് നല്ല രീതിയിൽ വസ്ത്രം നൽകിക്കൊണ്ടവനെ ആശ്വസിപ്പിക്കുന്നവരെ, യതീംഖാനയിലെ പാവപ്പെട്ടതാകുന്ന യതീം കുട്ടികളുടെ തലയിൽ തലോടിക്കൊണ്ട് അവരുടെ മനസ്സിന് ആശ്വാസം പകരുന്നവരെ, പാവപ്പെട്ട അംഗവൈകല്യമുള്ള പാവപ്പെട്ടതാകുന്ന സഹോദര സഹോദരിമാർക്ക് മതം നോക്കാതെ അവർക്ക് പരിപൂർണമായി സ്നേഹവായ്പകൾ കൊടുക്കുന്നവരെ, ഈ സമുദായത്തെയും മറ്റുള്ളവരെയും സ്നേഹത്തോടുകൂടി വർത്തിക്കുന്നവരെ, വമൻ കാന യുരീദു ഹർഫൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നവരെ, നസിദ് ലഹു ഫീ ഹർഫിഹി, അവന്റെ കൃഷിയിടത്തിൽ നാം വർധനവ് നൽകുന്നതാണ്. നിനക്ക് ആഖിറം അല്ലാഹു സമ്മാനിക്കുന്നതാണ്. ആഖിറത്തിൽ ഉന്നതമായ വിജയം അല്ലാഹു നിനക്ക് നൽകുന്നതാ. കാരണം നീ ആഖിറത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. ദുനിയാവിന്റെ പുറകെ നടന്നാൽ ദുനിയാവ് കിട്ടുമോ? കിട്ടും. അല്ലാഹു പറയുന്നു നുക്തിഹി മിൻഹാ, കുറച്ച് തരും. നീ മനസ്സിലാക്കുന്നത് പോലെ നീയല്ല ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരൻ. കേരളത്തിലെ സമ്പന്നനെ കണ്ടിട്ട് ഊറ്റം കൊള്ളണ്ട, ഏറ്റവും വലിയ ധനികനാണ്. ഈ ലോകം മുഴുവനും എന്റെ കൈവെള്ളയിലാണ്, അദ്ദേഹത്തെ പോലെ ആകണമെന്ന് നീ ചിന്തിക്കണ്ട. നീ ആഖിറത്തിന് വേണ്ടി പണിയെടുക്ക്. ഇവിടെ ആവശ്യമുള്ളത് കിട്ടിയാൽ മതി. ഇവിടെ നിന്റെ നിസ്കാരത്തിനും നിന്റെ നോമ്പിനും നിന്റെ ഇബാദത്തുകൾക്കും തടസ്സം വരാതിരിക്കാൻ അൽഹംദുലില്ലാഹ് ഭക്ഷണം കഴിച്ച് മക്കളും ഒന്നിച്ച് നല്ലൊരു ജീവിതം, ഒരു ചെറിയ വീട്, റാഹത്തായ ജീവിതം, ഒരു വാഹനം ഒക്കെ ഖൈറ് തന്നെയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല അയൽവക്കം, നല്ലൊരു ഭാര്യ, നല്ലൊരു വീട്, നല്ലൊരു വാഹനം, ഇത് നാലും എത്തിച്ചവൻ ദുനിയാവ് കൊണ്ട് വിജയിച്ചു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇത് നാലും പ്രയാസമുള്ളവൻ, അയൽവക്കം മോശമാണ്, വീട് വളരെയേറെ ബുദ്ധിമുട്ടാണ്, എപ്പോഴും പ്രശ്നങ്ങളുള്ള വീടാണ്, അതുപോലെ തന്നെ ഭാര്യ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഭാര്യയാണ്, ഉള്ള വാഹനമോ ലയ്യക്കാണ്, കുടുസായതാകുന്ന പ്രയാസകരമാകുന്ന ഒരു റാഹത്തില്ലാത്തതാകുന്ന വാഹനമാണ്, ഇങ്ങനെയൊക്കെ ഉള്ളതാകുന്ന ജീവിതമാണ് എങ്കിൽ അവന് ദുനിയാവ് അവൻ വിജയിച്ചിട്ടില്ല എന്നും സയ്യിദുനാ റസൂലുള്ളാഹി. ഈ നാലും കിട്ടിയാൽ മതി റാഹത്താൻ. നല്ല അയൽവക്കം, അയൽവക്കം ഉണ്ടോ എന്ന് നോക്കാം. അൽ ജാറു സ്വാലിഹു, നല്ല അയൽവക്കം. ചിലപ്പോ എല്ലാം കൂടി ഒരുമിച്ച് കിട്ടൂല, ബാക്കിയൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ അയൽവക്കം മോശമാകും, ചിലപ്പോൾ അയൽവക്കം ഓക്കെ ആയിരിക്കും, പെണ്ണുങ്ങൾ അതിനേക്കാൾ വലിയ പ്രശ്നം, അപ്പുറത്ത് പോയി താമസിച്ചാൽ മതിയെന്ന് തോന്നും. അങ്ങനത്തെ വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാടും പാടും. ഇവിടെ എന്നും മൊഹീദ്ദീൻ റാത്തി. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. നിങ്ങൾക്ക് ഒരു അനക്കമില്ലാത്ത വേണ്ടേ സാലിയാവണ്ടേ? അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. വീട്ടിൽ ഭയങ്കര ഒച്ചപ്പാടും വേളോ. അപ്പൊ നല്ല സാലിഹത്തായ ഭാര്യ, അൽ മർഅത്തു സാലിഹത്തു, സാലിഹത്തായ ഒരു ഭാര്യയെ ലഭിക്കൽ വലിയ ഖൈറാണ്.
അൽ മർക്കബുൽ ഹനീഉ, നല്ലൊരു വാഹനം എല്ലാവർക്കും വേണം, ഓരോരുത്തർക്കും യോജിച്ചത്. ചിലർക്ക് സ്കൂട്ടറായിരിക്കും, അവർക്കത് മതി. ചിലർക്ക് കാറായിരിക്കും, ഓരോർക്ക് യോജിച്ചത് വരണം. അല്ലാഹു ഖൈറായി നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു വീട്, അൽ മസ്കനുൽ വാസിഉ, വിശാലമായ നല്ലൊരു വീട് വരണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അത് അവരവരുടെ സമ്പത്തിന് യോജിച്ചതായിരിക്കണം. ഇതൊക്കെ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതൊന്നും ദീനിൽപ്പെട്ടതല്ല എന്ന് കരുതുന്ന ആളുകളുണ്ട്. ചിലരങ്ങനെ മനസ്സിലാക്കി. ദീൻ എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിട്ട് കൈവിരൽ മുതൽ 50 മോതിരം ഇട്ട് ഒരു പച്ച തലയെക്കെട്ടും കെട്ടി പച്ച കണ്ണാടിയും പച്ച വസ്ത്രവും ഇട്ട് പച്ച റൂമിനകത്ത് നിന്ന് പച്ച പൊതിച്ചുകൊണ്ട് ഇറങ്ങി വന്നാൽ പച്ചപ്പുള്ളവനാണ് എന്ന് കരുതുന്നവരുണ്ട്. അത് മൂഢമായ ധാരണയാണ്. അങ്ങനെയുണ്ട്. മൊത്തത്തിലൊരു പച്ചമയ പച്ച കണ്ണാടി ഇട്ടേ വീട്ടിലെ അലക്കുകല്ലിന്റെ അളവെടുത്തിട്ട് അതേ അളവിൽ മോതിരം പണിയുന്നവരുണ്ട്. കൈക്കകത്ത് മൊത്തം നിറഞ്ഞു തരികിടയായിട്ട് ഇറങ്ങിയിരിക്കുക. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 50 മോതിരം ഇട്ടുകൊണ്ട് നടക്കും ഒറ്റയടിക്ക്. അങ്ങനെയല്ലല്ലോ. ഒരാൾക്ക് ഒരേ സമയത്ത് ഒരു വെള്ളിയുടെ മോതിരം. പുരുഷന്മാർ ശ്രദ്ധിച്ചോ, വകതിരി വെത്തുന്ന പ്രായം വരെ സ്വർണം അണിയാം ആൺകുട്ടികൾക്ക്. അത് കഴിഞ്ഞാൽ സ്വർണം തന്നെ നിഷിദ്ധമാണ്. ഷാഫി മദ്ഹബിന്റെ ഉലമാക്കൾ ശക്തമായി എതിർത്തു. പിന്നീട് പാടില്ല. പിന്നീട് വെള്ളി തന്നെ അണിയുന്നത് തന്നെ അളവ് കറക്റ്റ് ആയിരിക്കണം. ഒരു വെള്ളിയുടെ ഒരു മോതിരം, ഒരാൾക്ക് 10 മോതിരമുണ്ട്, ഒരേ സമയത്ത് അണിയാൻ പാടില്ല. ഒരു സമയത്ത് ഒരു വെള്ളിയുടെ ഒരു മോതിരം വലത് കൈയുടെ ചെറുവിരലിൽ അല്ലെങ്കിൽ ഇടത് കൈയുടെ ചെറുവിരലിൽ. മോതിര വിരൽ എന്ന് പറയുന്ന ആ വിരലിൽ ഇടൽ നല്ലതല്ല എന്ന് വരെ അദ്റൈമാമിനെ പോലെയുള്ള മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മോതിര വിരൽ എന്നാണ് വിളിക്കുന്നതെങ്കിലും ആ മോതിരിൽ അതിലല്ല അണിയേണ്ടത്. അണിയേണ്ടത് എവിടെയാ? വലത്തെ കൈയുടെ ചെറുവിരൽ അല്ലെങ്കിൽ ഇടത്തെ കൈയുടെ ചെറുവിരൽ. മോതിരം വേണം പുരുഷന്മാർക്കൊക്കെ. ഒരു വെള്ളിയുടെ ഒരു മോതിരം നല്ലതാണ്. അത് നല്ലൊരു കല്ല്, അക്കീക്കത്തോ യാക്കോത്തോ ഏതെങ്കിലും ഒരു കല്ല് നോക്കി നല്ല റാഹത്തായിട്ടൊരെണ്ണം അണിയുക. ഒന്നിൽ കൂടുതൽ ഇട്ടുകൊണ്ട് തരികട പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക. അത് പറ്റൂല. നമ്മളങ്ങനെയാണ്. 10 കയ്യിലുള്ള മോതിരം നോക്കിയിട്ടാ കൈ മുത്തുന്നതിന്റെ എണ്ണം കൂട്ടുന്നു. 2 മോതിരം ഉണ്ടെങ്കിൽ 2 മുത്തക്കാണ്. 3 മോതിരം ഉണ്ടെങ്കിൽ 3 മുത്ത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്കണം. നമ്മൾ സുന്നികളുള്ള പ്രശ്നം അതാണ്. നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എല്ലാം അറിയാം എന്നാ ഒന്നും അറിയില്ല. ആ ഒരു അവസ്ഥയിലേക്ക് പോയത്. എല്ലാം അറിയാം എന്നാ ഒന്നും അറിയൂല. ആ ഒരു അവസ്ഥ. കാരണം നമ്മൾ എല്ലാത്തിനും ബഹുമാന ആദരവ് കൂടിയിട്ടത് ഓവറായി പോയത്. ഇഫ്രാത്തും വേണ്ട, തഫ്രീത്തും വേണ്ട, നിർത്തേണ്ട അടുത്ത് തന്നെ നിർത്തും. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. സഹോദരിമാരൊക്കെ ധാരാളം ആളുകൾ ഭൗതികത ലോകത്തിന്റെ ആഡംബര ആസ്വാദനങ്ങൾ കൂട്ടാൻ വേണ്ടി എത്രയോ ആത്മീയ ചികിത്സകർ, വ്യാജ ജിന്നുമ്മമാർ, വ്യാജ ജിന്നുപ്പന്മാരുടെ അടുക്കൽ പോയി പാദസേവ ചെയ്യുന്നവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. എത്ര ആളുകൾ. ചില ആളുകളൊക്കെ തന്നെ വലിയാണെന്ന് പറഞ്ഞ് സ്വയം അവരോധിക്കപ്പെടുന്ന ആളുകളുണ്ട്. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബമാ യുംകിനു അൽ മുവാലിബു അല ത്വാഅതി അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാത്ത്. ആരാണ് വലിയ എന്നുള്ളതിന് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ളയും സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുള്ള അടക്കമുള്ള മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടായി. എന്താണ് വലിയ? അൽ വലിയു അൽ ആരിഫു ബില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് അഗാധമാകുന്ന അറിവിന്റെ ആഴം തീർത്തവർക്ക് വലിയ എന്ന വാക്ക് തന്നെ പറയാൻ പാടില്ല. കാണുന്നവരെല്ലാം വലിയ എന്ന് പറയാൻ പാടില്ല. അത് വേറെ വലിയ. അങ്ങനെ മനസ്സിലാക്കി ഇരുത്തി വലിക്കുന്ന അത് വലിയ, അത് വേറെയാണ്. ഇപ്പൊ അങ്ങനെയുള്ളവരെയാണ് വലിയാക്കി കൊണ്ട് നടക്കുന്നത്. അഞ്ചാം അടിക്കുന്നവരെയൊക്കെ വലിയ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവന്റെ പിറകിൽ ആളുണ്ട്. കള്ളത്തെരീക്കത്തുകൾ, വ്യാജത്തെരീക്കത്തുകൾ ഇന്ന് വല്ലാതെ അധികരിച്ചിരിക്കാൻ. ഈ നഗരം നിലകൊള്ളുന്നത് മഹാനായ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീം. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ ഉറൂസോടനുബന്ധിച്ച് വരക്കലിലും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം 3 ദിവസം ഞാൻ ലക്ഷദ്വീപിലായിരുന്നു. അവിടെയും ബഹുമാനപ്പെട്ടവരുടെ ഉറൂസോടനുബന്ധിച്ച് അകത്തിയിലുള്ളതാകുന്ന SKSF പ്രവർത്തകർ നടത്തിയ മതവിജ്ഞാന വേദിയിൽ ഞാനിത് ഊന്നി പറഞ്ഞു. വലിയ എന്നുള്ളത് അറിയണം. അൽ ആരിഫു ബില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് അഗാധമാകുന്ന അറിവിന്റെ ആഴം തീർത്തവർക്ക് വലിയ എന്ന വാക്ക് തന്നെ പറയാൻ പാടില്ല. അല്ലാത്തവർക്ക് പറയാൻ പാടില്ല. നമ്മളിന്ന് കാണുന്നവർക്കൊക്കെ പറയാൻ. ഇന്നലെ മരണപ്പെട്ടവരെയും കബർ പൊക്കിയിട്ട് നമ്മൾ ഉടനെ തന്നെ വലിയ എന്നും പറഞ്ഞു. അന്ന് അങ്ങനെയൊന്നും വലിയാക്കരുത്. കാണുന്നവരെല്ലാം വലിയ, എല്ലാവരും വലിയാക്കാൻ നടക്കും.
മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഇറാനിലെ ടെഹ്റാൻ എന്ന് പറയുന്ന പ്രവിശ്യ ഇറാനിന്റെ തലസ്ഥാനമാണ്. ഇപ്പൊ അവിടെയാണ് യുദ്ധം ഉണ്ടായത്. ഇസ്രായേൽ അയച്ചതാകുന്ന മിസൈൽ എവിടെ വീണത്? ടെഹ്റാനിൽ. പത്രം വായിച്ചില്ലേ? അവിടെയാണ് ഇപ്പൊ യുദ്ധം. ഇറാനിനെതിരെ തിരിഞ്ഞിരിക്കാൻ ഇസ്രായേൽ, ലോക വൻകിട ശക്തികൾ മുഴുവനും അതിനെ പരിപൂർണമായി ഒത്താശ പ്രഖ്യാപിച്ചിരിക്കുക, അമേരിക്കയും മറ്റു രാജ്യങ്ങളടക്കം. അതുകൊണ്ട് തന്നെ ഇപ്പം യുദ്ധം കൊടുമ്പിരി കൊള്ളുക. അള്ളാഹു സമാധാന അന്തരീക്ഷം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. മനസ്സിലാക്കണം, ആ ടെഹ്റാൻ എന്ന് പറയുന്നതാകുന്ന ഇറാന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ തൊബരിസ്ഥാൻ എന്ന് പറയുന്ന പ്രവിശ്യയിലെത്തും. ആ തൊബരിസ്ഥാൻ സ്റ്റേറ്റിലെ ജീലാൻ എന്ന് പറയുന്ന ജില്ലയിലാണ് റമദാൻ 1 ഹിജ്റ വർഷം 561 470 മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വിജാതനാകുന്നത്, ജനിക്കുന്നത്. അവിടുന്ന് 18 വർഷം കഴിഞ്ഞപ്പോൾ, അഥവാ ഹിജ്റ 488 ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഇൽമ തേടിക്കൊണ്ടുപോകുന്നത്. പഠിച്ചത് എത്ര കൊല്ലമാണ്? 33 കൊല്ലമാണ് ഇൽമ പഠിച്ചത്. മനസ്സിലാക്കണം, 33 കൊല്ലം. അവരൊക്കെയാണ് ഔലിയാക്കൾ എന്ന് പറയാൻ പറ്റുന്നത്. صرتو في العسير أوحاد العلماء വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ ഞാൻ മുങ്ങിക്കുളിച്ചു. ഞാൻ പഠിക്കാത്തതാകുന്ന ഫന്നില്ല, എല്ലാ ശാഖകളും ഞാൻ മുങ്ങിക്കുളിച്ചു എന്ന് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ 33 കൊല്ലമായി ഇൽമു പഠിച്ചത്. ഹിജ്റ 488 ബഗ്ദാദിലേക്ക് പോയി. ബഗ്ദാദ് എവിടെയാ? ഇറാഖിലാണ്. ഇറാനിൽ നിന്ന് ഇറാഖിലേക്ക് യാത്ര ചെയ്ത് ഇറാഖിലെ ബഗ്ദാദിൽ വന്ന് ഇൽമു നുകരുകയാണ്. 33 കൊല്ലം വിവിധങ്ങളാകുന്ന അയിമ്മത്തുകൾക്ക് കീഴിൽ വിദ്യ അഭ്യസിച്ചു. അതൊക്കെ ഒരു പഠിത്താണ്. ഇന്നിപ്പോ ഒരു ബിരുദം എടുക്കണമെങ്കിൽ 9-10 വർഷം, 10-12 കൊല്ലം കൊണ്ട് ബിരുദാനന്തര ബിരുദം എടുത്തു വരും ഉസ്താദുമാർ. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. അള്ളാഹു ദീർഘായുസ് നസീബാക്കട്ടെ. വർഷങ്ങളോളമായി നമുക്ക് സേവനം ചെയ്യുന്ന മുദരിസ് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, സയ്യിദ് ഉസ്താദ്, അവർക്ക് എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നസീബാക്കട്ടെ. പ്രിയമുള്ളവരെ, 33 കൊല്ലം കഴിഞ്ഞപ്പോ ഹിജ്റ 520 കഴിഞ്ഞിട്ടുണ്ട്. വയസ്സ് 51 എത്തിയിട്ടുണ്ട്. പിന്നെയാണ് വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നത്. 4 വിവാഹം ചെയ്തു, 49 മക്കളെ അല്ലാഹു നൽകി. 35 മക്കൾ അതിൽ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. 27 ആണും 22 പെണ്ണുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 27 ആൺമക്കളിൽ 14 ആൺമക്കളും ചെറുപ്പത്തിലെ മരിച്ചു. 13 പേരാണ് വലുതായി ബാക്കിയായത്. 22 പെൺമക്കളിൽ 21 ചെറുപ്പത്തിലെ മരിച്ചു. ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് വലുതായി ബാക്കിയായത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ 49 മക്കളിൽ എത്ര പേരാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്? 35 പേര് മരിച്ചു. 14 ആണും 21 പെണ്ണും. ബാക്കിയായത് ഒരു പെണ്ണും 13 ആണാണ്. 14 പേരാണ് വലുതായി ബാക്കിയായത്. മഹാനായ അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു അവരുടെ മകനാണ്. വലിയ സൂഫി വര്യനാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ തന്നെ ഇൽമു പഠിച്ച തഖിയും നഖിയുമായ വ്യക്തിയാണ്. ആരിഫും ബില്ലയാണ്. അല്ലാഹുവിനെ കുറിച്ച് അഗാധമായി പഠിച്ചിട്ടുള്ളതാകുന്ന, നല്ല അറിവിന്റെ ആഴി സഞ്ചരിച്ചതാകുന്ന മകനാണ് ബഹുമാനപ്പെട്ടവരുടെ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. 40 കൊല്ലം പിന്നീട് ഹിജ്റ 561 വരെ, 21 മുതൽ 61 വരെ 40 വർഷം ദർസാണ്. 91-ാമത്തെ വയസ്സിൽ റബീഉൽ ആഖിർ 11-നാണ് വഫാത്താകുന്നത്. ബഗ്ദാദിൽ തന്നെയാണ് അവരുടെ ഖബർ. അൽഹംദുലില്ലാഹ് പോകാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക്. നമുക്കൊക്കെ പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ മാസം ഇൻഷാ അല്ലാഹ് നവംബർ 15-ന് വീണ്ടും പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അല്ലാഹു യാത്ര എളുപ്പമാക്കുമാറാവട്ടെ. തടസ്സങ്ങളൊക്കെ അല്ലാഹു മാറ്റുമാറാവട്ടെ. യുദ്ധത്തിന്റെ ചില അനുകൂലികളൊക്കെ ഇങ്ങനെ പറയപ്പെടുന്നുണ്ടെങ്കിലും ഇറാഖുമൊക്കെയുള്ള യാത്രകൾ, വ്യോമയാത്രകളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ തടസ്സങ്ങളുണ്ട് എങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പത്രത്തിൽ, ഖത്തർ മുഖേന ഉള്ളതാകും. നമ്മുടെ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല ഇറാഖിലേക്ക്. ഒന്നില്ലെങ്കിൽ നേരെ കൊച്ചിയിൽ നിന്ന് നമ്മൾ നേരെ ഷാർജ വഴി UAE വഴി കണക്ഷൻ ഇട്ടിട്ടാണ് ഒന്നില്ലെങ്കിൽ പോവുക, അല്ലെങ്കിൽ ഖത്തറിലൂടെ കണക്ഷൻ ഇട്ട് ഖത്തറിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് നേരെ ഇറാഖിലേക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പൊ ഖത്തർ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞവർ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഷാർജയിൽ നേരത്തെ അങ്ങനെ ഇറക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വീണ്ടും പിൻവലിച്ചിട്ടുണ്ട്. വീണ്ടും യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്.
അള്ളാഹു പോകാൻ തൗഫീഖ് നൽകട്ടെ. അതുപോലെ ഒമാൻ വഴിയും ഇവിടേക്ക് ഇറാഖിലേക്ക് യാത്ര പോകാം. തടസ്സങ്ങളില്ലാതെ പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകേണ്ടതാകുന്ന സ്ഥലമാണ് അതൊക്കെ. ഹദീസ് ഷേഖ് റളിയല്ലാഹു അൻഹു ഇറാഖിലാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അന്ത്യവിശ്രമം ചെയ്യുന്നത്. ബഗ്ദാദിന്റെ മണ്ണിൽ തന്നെയാണ് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്നത്. അവിടെയാണ് മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം ചെയ്യുന്നത്. അതൊക്കെ ഹദീസ് ഷേഖ് റളിയല്ലാഹുവിന്റെ സിൽസിലയിലുള്ള സൂഫിസ തരീഖത്തിലുള്ളതാകുന്ന ഷേഖന്മാരാണ് ഇവരൊക്കെ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, സരിയ സഖതി റളിയല്ലാഹു അൻഹു, മഹാനായ മൂസൽ കാദിം റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഇവരൊക്കെ കിടക്കുന്ന അവിടെയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇറാഖിലെ നജഫിലാണ് അന്ത്യവിശ്രമം ചെയ്യുന്നത്. കൂഫയിലാണ് അവരുടേതാകുന്ന ഭരണസിരാ കേന്ദ്രം. അവർ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ ജാമിഅ് കൂഫയിൽ അവിടുത്തെ പള്ളി തന്നെ കാണാം. ബസറ, നമ്മൾ പണ്ട് ദറസിൽ കോതിപ്പിടിക്കുന്ന ബസറ, കൂഫ എന്ന് പറയുന്ന നഗരത്തിൽ നിലകൊള്ളുന്നത് ഇറാഖിലാണ്. എത്രയോ മഹാന്മാർ, ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം ചെയ്യുന്ന ആ പുണ്യഭൂമിയാണ്. അള്ളാഹു മഹാന്മാരുടെയൊക്കെ പൊരുത്തം അവരുടെ പേരുച്ചരിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ എത്രയോ സ്വഹാബത്ത് അൽഹംദുലില്ലാഹ് അന്ത്യവിശ്രമം ചെയ്യുന്നു. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് അള്ളാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇവരൊക്കെയാണ് അള്ളാഹുവിന്റെ വിലായത്തിന്റെ അഹ്ലുകാർ. അവരൊക്കെ ദീനിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചവരാണ്. 33 കൊല്ലം ഇൽമു പഠിച്ചതാകുന്ന മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെയൊക്കെ ഇന്നത്തെ സമുദായത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നില്ലേ? എത്രയോ ആളുകൾ അവരൊക്കെ ഏതോ പച്ച പുതിച്ചിട്ട് പള്ളിക്കകത്തിരിക്കുന്ന ശൈഖായിട്ട് ചമഞ്ഞ ആളാണെന്ന് പറയുന്നു. ഒരിക്കലുമല്ല. വിലായത്തിന്റെ സമുന്നതമായ തരം തീർത്തവരാണ്. 40 കൊല്ലം ദീനീ രംഗത്ത് ശോഭിതമായ നിലയ്ക്ക് പ്രബോധന മേഖലയിൽ നിലകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ ഹിദായത്തിന്റെ ശാന്തുര തീരത്തേക്ക് ആനയിച്ച വ്യക്തിയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ. അല്ലാഹു ദറജ ഉയർത്തട്ടെ. അതുകൊണ്ട് നമ്മൾ വലിയെന്ന് പറയുമ്പോൾ അത്തരക്കാരെ ആകണം വലിയായി കണക്കാക്കേണ്ടത്. അൽ ആരിഫ് ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അഗാധമാകുന്ന അറിവിന്റെ ആഴിയിലൂടെ സഞ്ചരിച്ചവർക്ക് വലിയെന്ന് പറയാൻ പാടുള്ളൂ. അൽ മുവാദിബു അല ത്വആതി, എല്ലാ നമസ്കാരങ്ങളും ചിട്ടയുള്ളവരാണ്, എല്ലാ നോമ്പുകളും ശ്രദ്ധ വെക്കുന്നവരാണ്, സകാത്തുകൾ കൊടുത്തു വീട്ടുന്നവരാണ്, ഇബാദത്തുകൾ മേൽ പരിപൂർണമായി നിത്യത വരിക്കുന്നവരാണ്. ഇബാദത്തുകൾ ശ്രദ്ധ വെക്കുന്ന ആളുകൾക്ക് വലിയെന്ന് പറയാൻ പാടുള്ളൂ. ഇപ്പൊ പുതിയ കള്ള് തെരീക്കത്തൊക്കെ വന്നിട്ടുണ്ട്. എന്താ നിസ്കരിക്കണ്ടെന്നോ? നമ്മുടെ കൂടെ കുടിക്കോ? 5 നേരം നിസ്കാരത്തിന്റെ സമയമാകുമ്പോ ഞാൻ ഒരു ദിക്ർ തരാം, ആ ദിക്ർ ഇങ്ങനെ ചെല്ലിയാൽ മതി, നിങ്ങൾക്ക് റാഹത്തായിട്ട് സ്വർഗം നമ്മൾ തരാം. ആലോചിച്ച് നോക്ക്. അങ്ങനത്തെ കള്ള ശൈഖന്മാർ, വ്യാജന്മാർ ഇന്ന് സമൂഹത്തിൽ കൂടി വരിക. അതുകൊണ്ട് എന്റെ മുസ്ലിം സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. നമ്മൾ മജ്ലിസുൻ നൂറിന്റെ വക്താക്കളാണ്. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവർ അല്ലാഹു സന്തോഷത്തിനാക്കട്ടെ. അവർ നമുക്ക് കൈമാറുന്ന ആത്മീയത അത് നിലനിർത്തിക്കൊണ്ട് പോരുന്നവരാണ് നമ്മൾ. ഇന്നലെ അൽഹംദുലില്ലാഹ് നമ്മളത് പാരായണം ചെയ്തു. ഈ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ വാർഷികമാണ് അൽഹംദുലില്ലാഹ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാ മാസവും വളരെ കൃത്യമായി ക്രിയാത്മകമായി നടത്തിക്കൊണ്ടുപോകാൻ അതിലൊക്കെ പരിപൂർണമായി നമ്മൾ ഭാഗമാക്കാകണം. കാരണം അല്ലാഹുവിന്റെ വിലായത്ത് സിദ്ധിച്ച മഹത്തുക്കളാണ് ബദരീങ്ങൾ. ഇവരൊക്കെയാണ് ബദരീങ്ങൾ. ഒരു നിസ്സാരക്കാരല്ല, ഏറ്റവും മഹത്തുക്കളാണ്. ഇബാദത്തിൽ കണിശത വെക്കുന്ന ആളുകൾക്ക് വലിയെന്ന പക്വത തന്നെ പറയാൻ പാടുള്ളൂ. അൽ മുജ്തനിബു അനിൽ മഹ്ദൂറാത്ത് മിനൽ ലഹവാതി വശഹവാതി വൽ ഹഫവാത്, എല്ലാം മ്ലേച്ഛമാക്കപ്പെട്ട സ്വഭാവ വൈകല്യങ്ങളിൽ നിന്ന്, വൈകൃതങ്ങളിൽ നിന്ന് ഒഴിവായി ജീവിക്കുന്നവരാകണം. ഹറാമുകൾ പാടെ ഉപേക്ഷിച്ചവരാകണം. കറാഹത്ത് തന്നെ ഉപേക്ഷിച്ചവരാകണം. അപ്പോഴാണ് യഥാർത്ഥ ത്വരീഖത്തിലേക്ക് എത്തുക. നമ്മൾ ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ വാതിന് വരുമ്പോ വാതിക്കലും മുഴുക്കുന്ന മിഠായി അല്ല. സാധനം മിക്കോലും എന്തായാലും പറയുന്നത് മധുരത്തിന്റെ ഒരു ഐറ്റം മിക്കോലും ആർക്കൊന്നും അറിയാൻ പറ്റുന്നത് ജിലേബി ഇല്ലേ? ജിലേബി പോലെ ഒരു സാധനം അല്ലേ? അതാ പൊതിഞ്ഞ് കിട്ടുമ്പോ ഇത് ത്വരീഖത്താന്ന് കരുതുന്നവരുണ്ട്. റമദാൻ 27 പൊതി കിട്ടി കഴിയുമ്പോ ലൈലത്തുൽ ഖദ്ർ കിട്ടി എന്ന് കരുതി പോകുന്ന ചില ആളുകളുണ്ട്. പിന്നെ നിസ്കരിക്കാൻ വരുന്നില്ലല്ലോ, പെരുന്നാൾ വരെ നിസ്കരിക്കുന്നില്ല. പെരുന്നാളിൽ അന്ന് സുബഹി പോലും കളയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
എന്നതുപോലെ ഏതോ കടയിൽ നിന്ന് പൊതിഞ്ഞു കിട്ടുന്ന സാധനമാണ് ത്വരീഖത്ത് എന്ന് കരുതുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ കരുതരുത്. അത്വരീഖത്തു ഹിയ അസ്സയ്റത്തുൽ മുഖ്തസത്തു ബിസാലികീന ഇലല്ലാഹ്. മഹാനായ അസയ്യിദു ശരീഫുൽ ജുർജാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അത്തഅരീഫാത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ഹിയ അസ്സയ്റത്തുൽ മുഖ്തസത്തു ബിസാലികീന ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് പ്രവേശിക്കൽ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട ആത്മീയമായ യാത്രയ്ക്ക് പറയുന്ന പേരാണ് ത്വരീഖത്ത്. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിച്ചോ. ശ്രദ്ധിച്ചാൽ ഇൽമുണ്ടാകും. അല്ലാഹു നാഫിയ ഇൽമ നൽകട്ടെ. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ വലിയ കുടുസൊന്നും പറയുന്നില്ല, ലൈറ്റായിട്ട് പറഞ്ഞു പോകണം, എല്ലാവർക്കും മനസ്സിലാകാം. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ തന്നെ എന്ത് വേണം? ശരീഅത്ത് വേണം. ത്വരീഖത്ത് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജാണ്. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ഹഖീഖത്തിലേക്ക് എത്തുക. ശരിക്കും മനസ്സിലാക്കണം. ഈ രണ്ടാം സ്റ്റേജ് എന്ന് പറയുന്നത് തന്നെ ഹിയ അസ്സൈറത്തുൽ മുഖ്തസത്തു ബിസാലികീന ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് പ്രവേശിക്കൽ കൊണ്ട് ആത്മീയമായ യാത്രയ്ക്ക് പറയുന്ന പേരാണ് ത്വരീഖത്ത്. സാറ എന്ന് പറഞ്ഞാൽ ദഹബ ലൈലൻ, രാത്രിയിൽ സഞ്ചരിച്ചു എന്നാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. മസ്ജിദുൽ അഖ്സയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് തന്റെ അടിമയെ രാപ്രയാണം നടത്തിയതാകുന്ന അല്ലാഹു എത്ര പരിശുദ്ധനാണ്. അവിടെ അസ്റ എന്ന പദം ഉപയോഗിച്ചു. സറ അസ്റ എന്നൊക്കെ പറഞ്ഞാൽ രാത്രി സഞ്ചരിക്കുന്ന. അപ്പൊ അതിനെ മനസ്സിലാക്കേണ്ടത്, ഈ യാത്രയ്ക്ക് ഒരുങ്ങുന്നവൻ ഏറ്റവും കൂടുതൽ ഒരുങ്ങേണ്ടത് എപ്പോഴാണ്? രാത്രിയിലാണ്. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കൂടുതൽ ഉണരേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ബാക്കിയുള്ള സമയത്ത് മൊത്തം ഉറങ്ങണമെന്നാണ്? അല്ല, രാത്രിയിൽ കൂടുതൽ ജാഗ്രത വെക്കും. ലോകം മുഴുവനും ഉറങ്ങുമ്പോ അള്ളാഹുലേക്ക് ശ്രദ്ധ കൊടുത്താൽ അള്ളാഹു കൂടുതൽ അവനെ ശ്രദ്ധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ശ്രദ്ധിക്കുമ്പോഴാണ് ഉയർച്ചയുണ്ടാക്കുക. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. ജീവിതത്തിൽ ഉയർച്ച വേണോ? രാത്രിയിലെ തഹജ്ജുദ് പതിവാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നല്ല ജോലി വേണോ? മക്കള് സാലിഹീങ്ങളാകണോ? നമ്മുടെ ജോലിയിൽ ബറക്കത്ത് വേണോ? സമ്പത്ത് റാഹത്തായത് വേണോ? ദുനിയാവും ആഖിറവും നമുക്ക് വിജയപ്രദമാകണോ? ഖബറിൽ നമുക്ക് സന്തോഷം കിട്ടണോ? രാത്രിയിലുള്ള തഹജ്ജുദ് എന്ത് നിയ്യത്ത് വെക്കുന്നോ? അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥാനമാനങ്ങൾ നിനക്ക് ജീവിതത്തിൽ കൊണ്ടെത്തിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അത് നബിക്ക് മാത്രം ഇറങ്ങിയതല്ല, എല്ലാവർക്കും ഇറങ്ങിയതാണ് ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അത് നിലനിർത്തിയാൽ ഉയർച്ചയുണ്ടാവും. അപ്പൊ രാത്രിയിലാണ് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ അർത്ഥം. അള്ളാഹുവിലേക്കുള്ള യാത്ര കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ട യാത്രയാണത്. അസ്സൈറു ഇലല്ലാഹ് എന്നാണ് അതിന് സൂഫിയാക്കൾ പറയുന്നത്. മഹാനായ ഹെക്കമിന്റെ മുസന്നിഫ് ബഹുമാനപ്പെട്ടതാകുന്ന അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെക്കുന്നതും അത് തന്നെയാണ്. അസ്സൈറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള യാത്ര. അള്ളാഹുവിലേക്കുള്ള യാത്ര പോയി അത് അവസാനം എവിടെ എത്തും? ഹഖീഖത്ത് എന്ന് പറയുന്നതാകുന്ന മൂന്നാമത്തെ തലത്തിലെത്തും. അസ്സൈറു ഫില്ലാഹ്, അള്ളാഹുവിൽ ലയിച്ച് ചേർന്നുകൊണ്ടാവും. അതിലേക്ക് എത്തി മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അതിലേക്ക് എത്തി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, അതിലേക്ക് എത്തി ഈ പറയപ്പെട്ടതാകുന്ന മഹത്തുക്കളും സ്വഹാബത്തും ഒക്കെ. അതുകൊണ്ടാണ് അവരൊക്കെ വിലായത്തിന്റെ തരം തീർത്തത്. അല്ല, നമ്മൾ ഇന്നലെ കിളിർത്തതാകുന്ന മഴയ്ക്ക് വന്നിട്ടുള്ള കുറെ ചണ്ടികളുണ്ട്. അവരെ കണ്ടിട്ട് അവരെയൊക്കെ പിടിച്ചിട്ട് വലിയാക്കിയിട്ട് അവരുടെ പിന്നാലെ കൂടുകയാണ്. ഷെയ്ഖേ ഷെയ്ഖേ എന്നും പറഞ്ഞ് നമ്മൾ അവരുടെ കാലിൽ പോയി. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വശരീഅത്തുൻ അഖദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹിൻ ജലാ. എന്താണ് ശരീഅത്ത് എന്ന് പറയുന്നത്? എന്താണ് ത്വരീഖത്ത്? എന്താണ് ഹഖീഖത്ത്? ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. വശരീഅത്തും ബിദീനിൽ ഖാലിഖി അഖദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹിൻ ജലാ. സൃഷ്ടാവാകുന്ന ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബ് നമുക്ക് നൽകിയിട്ടുള്ളതായ ഇസ്ലാമികമാകുന്ന കർമ്മങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. നിസ്കാര ചിട്ടവക്കലാണ്, നോമ്പുകൾ നോറ്റുവീട്ടലാണ്, സക്കാത്തുകൾ കൊടുത്തുവീട്ടലാണ്, ജീവിതത്തിൽ സുകൃതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് നിലകൊള്ളവരാണ്. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള സർവ്വകാര്യങ്ങളെ പരിപൂർണമായി മുറുകെ പിടിക്കുകയും അള്ളാഹു വിരോധിച്ചിട്ടുള്ള സർവ്വകാര്യങ്ങളെ പരിപൂർണമായി ഒഴിവാക്കി ശുദ്ധമായ ജീവിതം നയിക്കുകയും ചെയ്യുന്നവരുണ്ടോ? അവരാണ് ശരീഅത്തിന്റെ വക്താക്കളെന്ന് അയിമ്മത്തുകൾ രേഖപ്പെടുത്തുകയാണ്.
അതങ്ങനെ മുറുകെ പിടിച്ച് പോകുമ്പോൾ രണ്ടാമത്തെ പടിയിലേക്ക് എത്തും. വതരീഖത്തുൻ അഖദും ബിഅഹവത കൽവറ വഅസീമത്തിൻ കരിയാവത്തിൻ മുതബത്തിലാ. യഥാർത്ഥ ശരീഅത്തനുസരിച്ചുകൊണ്ട് മതവിധികൾ മാനിച്ചുകൊണ്ട് സംശുദ്ധമായ ജീവിതം നയിച്ചു മുന്നോട്ട് പോകുമ്പോ രണ്ടാമത്തെ പദവിയിലേക്ക് പൊന്നുമോനെ നീ എത്തുകയാണ്. എന്താണ് ആ രണ്ടാമത്തെ പദവി? വതരീഖത്തുൻ അഖദും ബിഅഹവത കൽവറ വഅസീമത്തിൻ കരിയാവത്തിൻ മുതബത്തിലാ. ഏകനാകുന്ന പടച്ചറപ്പിനോടുള്ള ഇബാദത്തിൽ അണമുറിയാതെയുള്ള സംശുദ്ധത കൈവരത്തിക്കൊണ്ട് ജീവിക്കാൻ ഏതൊരു മനുഷ്യന് സാധിക്കുന്നുവോ സൂക്ഷ്മമായ ജീവിതമാണ് ത്വരീഖത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനം. ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാതെ ഹറാമ പരിപൂർണമായി പാടയോപേക്ഷിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ കൽപ്പിച്ച കാര്യങ്ങളെ പരിപൂർണമായി മുറുകെ പിടിച്ച് അള്ളാഹു വിരോധിച്ചിട്ടുള്ള സർവ്വകാര്യങ്ങളെ ഒഴിവാക്കി ജീവിക്കുമ്പോഴാണ്, അങ്ങേയറ്റം സൂക്ഷ്മമായി ജീവിക്കുമ്പോഴാണ് ത്വരീഖത്ത് മുറുകെ പിടിച്ചവനാകുക. അതിൽ മുറുകെ പിടിച്ച് ഇബാദത്തുകൾ കണിശത വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ മൂന്നാമത്തെ പദവിയിലേക്ക് എത്തും. ഹഖീഖത അല്ലാഹുവിലേക്കുള്ള യാത്ര ചെന്ന് നിൽക്കുന്നത് അസ്സൈറു ഫില്ലാഹ്, അല്ലാഹുവിലുള്ള യാത്രയാണ്. പിന്നെ അല്ലാഹുവിലുള്ള സഞ്ചാരമാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ചിലരുടെ ഹാല് മറിയുക, മജ്ദൂബ് ജദ്ബ് എന്ന് പറയുന്ന ഹാലിലേക്ക് എത്തുന്നത്. അല്ലാഹ് എന്ന് പറഞ്ഞുള്ള ഹാലിൽ തന്നെ നിലകൊള്ളുമ്പോ അല്ലാഹുവിനെ ഇഷ്ടം വെച്ച് ആശിഖായി മാറി വല്ലാത്ത ഇഷ്കിൽ അവൻ അമർന്ന് ജീവിക്കുമ്പോഴാണ് അവന്റെ മനസ്സ് ആ രീതിയിൽ തന്നെ തകർന്നു പോവാൻ, അതിലേക്ക് തന്നെ ലയിക്കാൻ ഹാല് മറിയ. മഹാനായ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അതിനൊരു ഉദാഹരണമാണ്. അവസാനമായപ്പോ ഒരു മുദരിസായിരുന്നു, തഖിയായിരുന്നു, നല്ല തഖ്വയിലനുസരിച്ച് ജീവിതം നയിച്ചവരാണ്. അവസാനം ബഹുമാനപ്പെട്ടവരുടെ ഹാല് മാറി ജദ്ബിലേക്ക് പോയി. അവരെ ഇന്നും കൂകി വിളിക്കുന്നവർ, തെറി വിളിക്കുന്നവർ, ശകാരി വിളിക്കുന്നവർ, ചീത്ത വിളിക്കുന്നവർ ഈ സമുദായത്തിലില്ലേ? ബിദ്അത്തിന്റെ വലാലത്തിന്റെ വക്താക്കളില്ലേ? മനസ്സിലാക്കണം, ഈ സമുദായം അവരൊക്കെ നിസ്സാരക്കാരല്ല. എന്റെ ഉമ്മയുടെ ഉപ്പ മഹാനായ മർഹൂം ശൈഖുന തഴവ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തുമാറാവട്ടെ, മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂരിൽ സ്ഥിരമായി വാദിന് വന്നിരുന്നതാകുന്ന ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ വാദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ടതാകുന്ന സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ സദസ്സിലേക്ക് വന്നു. ആളുകൾ തക്ബീർ വിളിച്ചു. അപ്രതീക്ഷിതമായുള്ള കടന്നുവരവ്, ജദ്ബിന്റെ ഹാലിൽ നിൽക്കുമ്പോഴാണ് വരവ്. വന്നിട്ട് മൈക്കെടുത്ത് വെച്ചിട്ട് അദ്ദേഹം ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വല്ലാഹി ഖദ് ഹദറ ഫീ ഹാദൽ മജ്ലിസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഞാൻ ഈ വാദിന്റെ മജ്ലിസിൽ കാണുന്നു എന്ന് മഹാനായ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പറഞ്ഞപ്പോ അവിടെ കൂടിയതാകുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ഉറക്കെ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ഉച്ചരിച്ചു. ചരിത്രമാണ്. ബഹുമാനപ്പെട്ടതാകുന്ന സയ്യിദ് വലിയുല്ലാഹി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ആ വാദിന്റെ മജ്ലിസിൽ അറിയണമെങ്കിൽ അവരാരാണ്? മഹാനായ ശൈഖുന തഴവ ഉസ്താദ് ബഹുമാനപ്പെട്ടവർ വാദ് പറയുന്നതാകുന്ന ആ മജ്ലിസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ അവരുടെ വഅദ് എത്രത്തോളം പ്രസക്തമാണ് മനസ്സിലാക്കണം. അവരൊക്കെയായിരുന്നു ഉന്നതമാകുന്ന തലത്തിൽ വിരാജിച്ചിരുന്നവർ. അല്ലാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തുമാറാവട്ടെ. അതുകൊണ്ട് അവരൊന്നും നിസ്സാരക്കാരല്ല, മനസ്സിലാക്കണം. അവരങ്ങനെ ആയില്ലേ, ഇങ്ങനെ ആയില്ലേ, അങ്ങനെ ആയത് അങ്ങനെയാ, അത് മൂന്നാമത്തെ തലത്തിലേക്ക് എത്തിയതാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ചിലർ ആ മൂന്നാമത്തെ തലം തുടക്കത്തിന് അഭിനയിക്കുന്നവരുണ്ട്. അസില തന്നെ പച്ചയും പോയിച്ച് പച്ച കണ്ണാടി ഇട്ടിട്ട് നമ്മളിപ്പോ ജദ്ബ എന്ന് പറഞ്ഞു ഇവിടെ അച്ചടി കൊടുത്തേക്കണം. അപ്പൊ അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുമ്പോൾ മദീന പള്ളിയുടെ മുന്നിൽ ജനങ്ങൾ മുഴുവനും പെരപ്പിച്ചുകൊണ്ട് ഒരു കപടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ജനങ്ങളെ മുഴുവനും പെരപ്പിച്ചുകൊണ്ട് ഒരാൾ കടന്നു വന്നിരിക്കുന്നു. ജിന്നുപ്പയായിട്ട് വന്നുകൊണ്ട് അഭിനയിക്കുകയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കാൽപാദത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അദ്ദേഹം കടന്നു വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ആടുകൾ ചിതറിയോടി. ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇഖാമത്ത് കൊടുക്കാൻ സമയമായി, നിസ്കരിക്കുന്ന സമയത്ത് നീ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോ ഇവിടെ ഇരുന്നാൽ നിന്റെ തല കാണില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ജനങ്ങളെ പിഴപ്പിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് പരിപാടി നടത്താൻ നീ കരുതണ്ട. ഉമറാണ് പറയുന്നത്, നിസ്കരിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്ക് കരിക്കാതെ ഇവിടെ ഇരുന്നിട്ട് വലിയ സൗകര്യം കാണിച്ചുകൊണ്ടെന്ന കറാമത്ത് കാണിച്ചുകൊണ്ടെന്ന തല കാണത്തില്ല. കാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ആളവിടെ ഇല്ല, മുങ്ങിയേച്ച് കാരണം വെറുതെ തല കളയണ്ടല്ലോ. തല വെട്ടിയെടുക്കുന്ന സൈസായി പറഞ്ഞിട്ട് പോയത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതിങ്ങനത്തെ തരികിട നമ്പര് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കൂടി വരുന്നുണ്ട്. മായാജാലം കാണിച്ചിട്ട് തരികിട. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. നമ്മൾ ശ്രദ്ധിക്കണ്ടേ, നമ്മുടെ ദീൻ കൈമുതലാകെ നമ്മളത് നഷ്ടപ്പെടുത്തി കളയരുത്. നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ മൈമൂന ബീബി റളിയല്ലാഹു അൻഹയും ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയും പറയുകയാണ്. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്തു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഇൻദഹു മൈമൂനത. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസവിധത്തിലിരിക്കുകയാണ്. നബി തങ്ങളുടെ ചാരത്ത് റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീബി റളിയല്ലാഹു അൻഹയുണ്ട്. ഫഅഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ സ്വഹാബിയായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യഹ്തജിബാ മിൻഹു യഹ്തജിബാ മിൻഹു. അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളും മറഞ്ഞു നിൽക്കണേ, മറയിലേക്ക് പോകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാളും മറയ്ക്കും, മറയിലോട്ട് പോകും. രണ്ട് ഭാര്യമാർ അടുത്തിരിപ്പുണ്ട്. ആരൊക്കെയാ? ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ, മൈമൂന ബീബി റളിയല്ലാഹു അൻഹ. ഇവർ രണ്ടുപേരിയ്ക്കുമ്പോ കണ്ണ് കാണാത്ത അന്ധനായ സ്വഹാബി വരികയാണ്. ശരിക്കും മനസ്സിലാക്കണേ, ശരിക്കും മനസ്സിലാക്കണം. തങ്ങൾ പറഞ്ഞു, യഹ്തജിബ മിൻഹു, ആ ഇബ്നു ഉമ്മി മക്തൂമിൽ നിന്ന് നിങ്ങൾ മറ പാലിക്കും. അകത്തോട്ട് പോ. മഹദിയാകുന്ന ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ, മൈമൂന ബീബി റളിയല്ലാഹു അൻഹ രണ്ടുപേരും സംശയത്തോടുകൂടി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ഫഖാലതാ അഫഅമിയാവാനി അൻതുമാ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അലൈസ ഹുവ അമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ആ കടന്നു വരുന്നതായ മനുഷ്യൻ അന്ധനല്ലേ, അന്ധനല്ലേ, ഞങ്ങളെ കാണില്ലല്ലോ ഹബീബേ, ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ ഹബീബേ. അലൈസ ഹുവ അമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. കടന്നു വരുന്നത് ഇബ്നു ഉമ്മി മക്തൂം എന്ന അന്ധനായ സഹാബിയല്ലേ? അദ്ദേഹത്തിന് കാഴ്ചയില്ലല്ലോ, ഞങ്ങളെ കാണുകയില്ലല്ലോ, ഞങ്ങളെ തിരിച്ചറിയുകയുമില്ലല്ലോ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അവരോട് തിരിച്ചു ചോദിക്കുകയാണ്, അഫഅമിയാവാനി അൻതുമാ അലസ്തുമാ തുബ്സിറാനിഹി. അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടുപേരുടെയും കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കാഴ്ചയില്ലേ, കാഴ്ചയില്ലേ? അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ? അത് പാടില്ല, പാടില്ല. നിങ്ങൾ അകത്ത് പോകണേ, മറഞ്ഞു നിൽക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അന്യരാക്കപ്പെട്ടതാകുന്ന ആളുകൾക്ക് മുന്നിൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ശരീരത്തിന്റെ ഇക്കിളി ഭാഗങ്ങളെ പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നതായ സഹോദരിമാരെ, ആകാരസോഷ്ടങ്ങളും അംഗലാവണ്യങ്ങളും പുറത്ത് കാണിച്ചുകൊണ്ട് മറയില്ലാതെ, ഉളുപ്പില്ലാതെ വ്യാജ ചിഹ്നമ്മമാരുടെയും ചിഹ്നപ്പമാരുടെയും മുന്നിൽ പോയിരുന്നുകൊണ്ട് ചികിത്സയ്ക്ക് വേണ്ടി അവരുടെ ഊത്ത് വാങ്ങാൻ കാത്തിരിക്കുന്ന പെങ്ങളെ, ഹറാമാണ്, ഹറാമാണ്. നമ്മളെ കാക്കട്ടെ.